പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ലെങ്ത്. അപ്പം നമ്മൾ അങ്ങനെ അതിനെ മനസ്സിൽ വിചാരിക്കണേ. നമ്മളിങ്ങനെ ഇപ്പോൾ ആരോ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ ലെങ്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് നമ്മളുടെ ക്ലോത്തിനെ വിട്ട്. ഈ ഒരു അളവിലുള്ളവർക്ക് നമ്മളൊരു 1.5 മീറ്ററോളം, 1.25 അല്ലെങ്കിൽ 1.5 ഒക്കെ നമുക്ക് എടുത്തോണം. ഇനി ലെങ്ത് കുറവാണെങ്കിൽ 1 മീറ്റർ എടുത്താലും മതി. നമ്മളിപ്പോൾ 1 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുള്ളത് അത്രയേ ഉള്ളായിരുന്നു. നമ്മളൊരു ബാലൻസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. 44 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്തുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട്, നമ്മളുടെ ലെങ്ത് വൈസിലാണ് നമ്മൾ രണ്ടായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നു. അപ്പോൾ ടോട്ടൽ ഇപ്പം 4ആയിട്ട് മടക്കി കൊടുക്കുന്നു. ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്യാം. ആ രീതിയിലാണ് നമ്മൾ അഡൽറ്റിനുള്ളത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ബേബിക്കുള്ളത് കട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ അങ്ങ് ടോട്ടലി മടക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് 8 പീസസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മളിത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 ലെയറാണ് കിട്ടുന്നത്. അപ്പം നമ്മളുടെ ഈ 1 മീറ്റർ ക്ലോത്തിനെയാണ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലെങ്ത് കിട്ടത്തുള്ളൂ. ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ ആ താഴെയുള്ള ബാക്കി ക്ലോത്തിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ. നമുക്കിപ്പോൾ ടോട്ടൽ നമ്മളുടെ വേസ്റ്റ് 22 ഇഞ്ചാണ്. 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പൂടെ കൊടുത്ത് 24 ഇഞ്ച് വരും. അതിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇഞ്ചെന്ന് കിട്ടും. ആ 3 ഇഞ്ചാണ് നമ്മൾ ഈ കോർണറിൽ എവിടെയാണോ 3 ഇഞ്ച് വരുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ ആ നിൽക്കുന്നതിനെ ഒന്ന് കറക്റ്റായിട്ട് അളവനുസരിച്ച് വളച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്നാണ് നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് റൗണ്ട് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. ഇവിടവും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ബോട്ടം ഭാഗത്തിൻ്റെ ലെങ്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കുക, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പം നമുക്കിങ്ങനെ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ ലഭിക്കും. അപ്പം നമുക്കിപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെയാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതിനെ ഹൈലോ ആക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഹൈലോ ആക്കാനായിട്ടുള്ള ഒരു മെത്തേഡ്, കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ ക്ലോത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഏത് വശത്തെങ്കിലും ഒരു വശത്ത് നമുക്ക് ഹൈലോ ആക്കുമ്പോൾ എത്രയാണോ ലെങ്ത് വേണ്ടത്, നമ്മളൊരു 18 ഇഞ്ച് ലെങ്ത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനെ വീണ്ടും ഇതുപോലെ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഹൈലോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്.